ഏതായാലും കുറവലങ്ങാടുന്നൊരു പെണ്ണ്, അതായിരുന്നു കുര്യാക്കോസിന്റെ യോഗം. ഇങ്ങോട്ട് വന്നേ ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിക്കുകയായിരുന്നു. അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രായം അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണ് കുര്യാക്കോസിന്റെതെന്ന പെണ്ണിന്റെ അപ്പന്റെ അഭിപ്രായം. അതിന് പെണ്ണിന്റെ അപ്പൻ എന്നെ കണ്ടിട്ടുണ്ട? എന്തിനാ കാണണേ? കുര്യാക്കോസ് എന്ന പേര് കേട്ടാ തന്നെ അറിയില്ലേ നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണെന്ന്. ആ കയ്യൊന്ന് പൊക്കി. പിന്നെ ഒറ്റ നിർബന്ധമേ അവർക്കുള്ളൂ, കല്യാണം ഈ മാസം തന്നെ നടത്തണം. ഇത്രയല്ലേ ഉള്ളൂ. ഇന്ന് പെണ്ണ് കാണല്, നാളെയോ മറ്റന്നാളോ മനസ്സ് ചോദ്യം, ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ കല്യാണം. എന്താത്? ആരാത്? ഫോൺ വല്ലതും പറഞ്ഞോ? ഒന്ന് അട്ടിച്ചു തിന്നു. എന്നാ നമുക്ക് വേഗം പോയിട്ട് വരാം. ഞാൻ ഇറങ്ങാണ് അമ്മച്ചി. ഇതെന്താ ഇങ്ങനെ? നല്ല ശുഭ ലക്ഷണ. വേണ്ട, ഒരു ശുഭവും വേണ്ട, വേഗം പോവാ. അയ്യോ, അപ്പൊ അതിനോട് സംസാരിക്കണ്ടേ? വേണ്ട, അത് അങ്ങനെ അടിച്ചോട്ടെ, പാവം. അത് മോശമല്ലേ? നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ആരെയും അവഗണിക്കാൻ പാടില്ല. ഇപ്പൊ നല്ലൊരു ശുഭവാർത്തയായിട്ടാണ് ആരെങ്കിലും വിളിക്കുന്നതെങ്കിലോ? ആണോ? പിന്നെ ഹലോ. എടോ, കുട്ടികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം. ശിവരാമേട്ടൻ ടിക്കറ്റുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. താൻ ഉടനെ പുറപ്പെട്ടിഞ്ഞ് വന്നാൽ വൈകുന്നേരം കുട്ടികളുമായിട്ട് തിരിച്ചു പോവാം. സമയം കളയണ്ട. ഞാനേ അത്യാവശ്യമായിട്ടൊരു ഇത് തന്നെയാണോ ഏറ്റവും വലിയ അത്യാവശ്യം? താൻ ഉടനെ പുറപ്പെടും. എന്താ? ശുഭവാർത്തയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശുഭവാർത്തയാണെന്ന്. എന്താ വാർത്ത? കുറവലങ്ങാട്ട പെണ്ണ് കിണറ്റി ചാടി ആത്മഹത്യ ചെയ്തു. എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് നിങ്ങൾക്കാർക്കും ചിരി വരുന്നില്ലേ? വല്ല കല്യാണ മുടക്കളും ഉണ്ടാക്കിയ കഥയായിരിക്കും. അതെ, കല്യാണം മുടക്കി, അസല് കല്യാണം മുടക്കി. ഒരു ഊണ് കൂടി നഷ്ടം. കുട്ടികൾ ഉടനെ എത്തും. അവരെ ഞാൻ ഇന്ന് തന്നെ തിരിച്ചയക്കാൻ. കൊണ്ടുപോകാനായിട്ട് കുര്യാക്കോസ് വരും. അതുവരെ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ആർക്കും ഫോൺ ചെയ്യാനും പാടില്ല. മനസ്സിലായല്ലോ? ഓ, ഞാൻ എന്താ ഇന്നലെ നിന്നോട് പറഞ്ഞത്? ഒക്കെ പറഞ്ഞതല്ലേ നല്ല മര്യാദയുടെ ഭാഷയില്. പിന്നെ എന്താ നിനക്കോ? പറ. ഞാനും ആ കുട്ടികളും നിന്നോട് എന്ത് തെറ്റി ചെയ്തിട്ടാ നീ ഇങ്ങനെ? എന്താ ഈ നാടകത്തിന്റെ അർത്ഥം? ആരൊക്കെ നിന്റെ പിന്നില്? എത്ര നിനക്ക് വേണ്ടത്? പറ. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. കണക്ക് തീർത്തിട്ടുള്ളൂ ബാക്കി കാര്യം. പറ. കുട്ടികൾ അറിഞ്ഞോട്ടെ, എല്ലാവരും അറിഞ്ഞോട്ടെ. നിന്നെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കും. പറയട്ടെ, എനിക്ക് തെറ്റ് പറ്റി. സത്യം ഇത്രത്തോളം ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ? ഒന്നുറങ്ങി വരുമ്പോ ആരെങ്കിലും ഒരാൾ മമ്മിന്ന് വിളിച്ചുണർത്തും. രണ്ടുപേരും എന്റെ ദേഹത്തോട് കൂടുതൽ ഒട്ടിയതല്ലാതെ അകന്ന് കിടന്നിട്ടേ ഇല്ല. രാവിലെ അവർ ഉണർന്നപ്പോ അവരുടെ മുഖത്ത് ചിരിയും സന്തോഷവും കണ്ടപ്പോ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പൊ പറയാം, ഈ നിമിഷം പറയാം. നിങ്ങളുടെ അമ്മയെ വീണ്ടെടുക്കാൻ ഒന്ന് ശ്രമിച്ചതാണ്, അത് നടന്നില്ല, നടക്കില്ലെന്ന് പറയാം. വാ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ പറയാം. എന്നിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞ് കാറിലോട്ട് വലിച്ചിട്ട് തരാം. പോകാൻ നേരത്ത് ഇങ്ങനൊരു അച്ഛന്റെ മക്കളായതിൽ അവരോട് സഹതാപം ഉണ്ടെന്നും പറയാം. പറയട്ടെ? ഒക്കെ പറയണം. നീ പറഞ്ഞ തീരൂ. അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശിക്ഷ നീ അനുഭവിച്ചു. ഞാൻ വരുന്നു അനു, അകത്ത് പോയിരിക്കേ. അകത്ത് പോയിക്കോളൂ, ഞാൻ വരാം. സോറി, ഐ എം സോറി. ഞാൻ ചെയ്തത് തെറ്റാ, അതെനിക്ക് ഉറപ്പായി. പക്ഷെ തിരുത്താൻ എനിക്കാവില്ല. ഇനി ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ. ആ മമ്മി ഒന്ന് വിളിച്ചോണ്ട് വാ. അത് നടക്കില്ല. ദയവ് ഇത് എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്ക്. എങ്ങനെയെങ്കിലും അവരെ എനിക്കൊന്ന് പരിചയപ്പെടുത്തിത്താ. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എന്നേ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു ചിന്ത പോലും ബാക്കിയില്ല. കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പൊ നീ അവർക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഒരമ്മയുടെ സാമീപ്യമാണ്. അവരനുഭവിച്ച് സന്തോഷിക്കുന്നതും ആ സാമീപ്യമാണ്. അവിടെ നിന്ന് ഞാൻ എങ്ങനെയാ അവരെ പറിച്ചെടുത്തോണ്ട് പോരുക എന്ന് പറഞ്ഞതാ. ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്നത് വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ്. അച്ഛനായിട്ടുണ്ടാക്കിയ ബിസിനസ് തകരാൻ തുടങ്ങിയാണ്. അതിനെ രക്ഷിക്കണം. എന്റെ മനസ്സും ശരീരമൊക്കെ ഇപ്പൊ അവിടെയാണ്. നേരമില്ല എനിക്കൊന്നിനും. അതിനിടയ്ക്കാണ് നീ ഈ പ്രശ്നം കൊണ്ടിട്ടിരിക്കുന്നത്.
ഇതിപ്പോ എങ്ങനെ അഴിക്കുന്നേ? അതുകൂടെ ഒന്ന് പറഞ്ഞതാ. സത്യമൊക്കെ നീ ഇപ്പൊ അവരോട് തുറന്നു പറഞ്ഞാൽ കരഞ്ഞ വിഷമിച്ച് അവരെന്റെ അടുത്തേക്ക് വരും. പിന്നെ അവരെ സമാധാനിപ്പിക്കാൻ ഞാൻ സമയം കണ്ടെത്തണം. എന്തിനായിരുന്നു ഹേമ ഇതൊക്കെ? എന്ത് പ്രയോജനമാണ് നിനക്കിതുകൊണ്ടൊക്കെ? കുട്ടികളെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. മറ്റാരെങ്കിലും അവരെ വേദനിപ്പിക്കുന്നത് ഞാൻ അനുവദിക്കുകയുമില്ല. കുട്ടികളുടെ അവധി തീരാൻ ഇനി 6 ദിവസമുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകണം കുട്ടികളെ തിരികെ സ്കൂളിൽ വിടാൻ. അതുവരെ ഈ നാടകം നീ തുടരണം. പിന്നെ എപ്പോഴെങ്കിലും ഈ ചതിയുടെ കാര്യം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. ഇത് ഞാൻ നിർബന്ധപൂർവ്വം നിന്നെ ഏൽപ്പിക്കുന്ന ഒരു ഉദ്യോഗമാണ്, ഒരു ശിക്ഷയാണ്. ഭവിഷ്യത്തുകളെ കുറിച്ച് ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. അത് വരുമ്പോ നോക്കാം. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കെല്ലാം മനസ്സിലായി. ശമ്പളമോ പ്രതിഫലമോ എത്ര വേണമെങ്കിലും ചോദിക്കാം. അതായത് 6 ദിവസത്തേക്ക് കുട്ടികളുടെ അമ്മയായി ഞാൻ അഭിനയിക്കണമെന്ന് സാരം. യു ആർ റൈറ്റ്. കുട്ടികളുടെ അമ്മയായ മാത്രം മതിയോ അതോ നിങ്ങളുടെ ഭാര്യയുമാവണം, കുട്ടികളുടെ മുമ്പിൽ മാത്രം. അല്ലാത്തപ്പോ അല്ലാത്തപ്പോ എനിക്ക് നിന്നെ വേണ്ട ഒന്നിനും. അപ്പൊ നിങ്ങളിവിടെ വരും? ദിവസവും വരും, രാവിലെയും വൈകിട്ടും. ശരി, 6 ദിവസം, അതായത് 9-ാം തീയതി വരെ. Yes. ഓക്കെ, സമ്മതം. പക്ഷേ 2-3 ചിന്ന ചിന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്താ അത്? 1, രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. 2, എന്നെ ഒരിക്കലും പ്രലോഭിപ്പിക്കാൻ പാടില്ല. പ്രലോഭിപ്പിക്കാനോ? എന്തിന്? ഒന്നിനും. ഓഹോ, അതുണ്ടാവില്ല. അത്ര വലിയൊരു ഗതികേട് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ്. എന്നെ കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ല, അന്വേഷിക്കാൻ പാടില്ല. കുട്ടികളല്ലാതെ നിങ്ങളുടെ ആൾക്കാരൊന്നും എന്റെ അടുത്ത് വരാൻ പാടില്ല. 9-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ 9-ാം തീയതി കഴിഞ്ഞാൽ നീ കുട്ടികളെ കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. ഓക്കെ, കറക്റ്റ്. സമ്മതം. എനിക്കും സമ്മതം. എനിക്ക് വലിയ സമ്മതം. എനിക്ക് അതിലേറെ സമ്മതം. ഓക്കെ, ഞാൻ റെഡി. ഓക്കെ, ഞാനും റെഡി. സുധി. അനു. സുധി മോനെ. അനുമോളെ. ഹായ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴെല്ലാം ഒന്ന് ശരിയായത്. ഇന്നലെയൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കണ്ടെന്നേ ഉള്ളൂ. ഇന്നാ ശരിക്കും പിണക്കെല്ലാം തീർന്നത്. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാത്തിനും മുൻകൈ ഞാനെടുത്തു. എന്നാലും ഞാൻ തോറ്റു കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ തോറ്റു കൊടുത്തു. അങ്ങനെ തോറ്റ മമ്മിയും പിള്ളേരും കൂടെ ഇവിടെ കഴിയുന്നു. ഡാഡിയുടെ ജോലിയുമായി പുറത്തേക്ക് പോകും. അത് പറ്റില്ല. ഇന്ന് എവിടെയെങ്കിലും ഒന്ന് ചുറ്റാൻ കൊണ്ടുപോകണം. അയ്യോ, ചുറ്റാനോ? ഈ പാവൻ ഡാഡിയെ ചുറ്റിക്കല്ലേ മോനെ. ജോലിയുണ്ട്. മമ്മിയാണെ പാട്ട് പാടിത്തരും, ഡാൻസ് ആടിത്തരും, ഐസ്ക്രീം ഉണ്ടാക്കി തരും. കോംപ്രമൈസ്. എന്തിനൊരു കോംപ്രമൈസ്? അതുകൊണ്ട് ഡാഡിയെ ചുറ്റിക്കാതിരിക്കാൻ വേണ്ടി വെറും ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഡാഡി നമ്മളെ ചുറ്റാൻ കൊണ്ടുപോകുന്നു. റെഡി? എന്നാ പോയി ഡ്രസ് മാറിക്കോളൂ. സോ സ്വീറ്റ്. ഒരു സാധാരണ നിലവാരത്തിലുള്ള അഭിനയമൊക്കെ മതി. അഭിനയിച്ചങ്ങ് അരങ്ങ് തകർക്കണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പിന്നെ നീ എന്തിനാ ചുറ്റാൻ കൊണ്ടുവന്ന് പറഞ്ഞത്? അയ്യ, അപ്പൊ ഞാൻ ഡാൻസ് ആടി കൊടുക്കണം, പാട്ട് പാടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതോ? അതൊക്കെ അല്ലല്ലോ നീ ഇവിടെ ചെയ്യുന്നതല്ലേ. അതെന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാ. നിങ്ങളുടെ ഇഷ്ടത്തിന് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. കുളവാക്കരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഏതന്നെ? കുളം. കുളം ഞാൻ അന്നേ മൂടിയില്ലേ. അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അയ്യോ, കഷ്ടമായിപ്പോയി. ഞാൻ എത്ര മുങ്ങി കുളിച്ച കുളം. റെഡി? അപ്പൊ ഒരു 1/2 മണിക്കൂർ ചുറ്റാൻ പോകുന്നു. ഓക്കെ. എന്താടോ കുര്യാക്കോസ്? കുര്യാക്കോസ് എപ്പ എത്തി? താനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നെ? എന്താന്ന്? താനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോന്നെ? രാവിലെ ഫോണിൽ വിളിച്ച് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർക്ക് വരണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങടാ പോണ്ടത്? പഴവം കാണിക്കോ? ബാംഗ്ലൂർ വരണമെന്ന് പറഞ്ഞു. ബാംഗ്ലൂർ തന്നെ വന്നിരിക്കണേ. എന്തേ? ഓഹോ, ബാംഗ്ലൂർ എന്ന് പറഞ്ഞ കൃത്യം എന്താ ഇവിടെ തന്നെയാണ് തന്നോട് ആരാ പറഞ്ഞ? തനിക്ക് നേരെ ഓഫീസിലേക്ക് പോയ പറയായിരുന്നു. ഓഫീസിൽ പോയപ്പോഴാ അറിഞ്ഞത് ബാംഗ്ലൂർ ഇപ്പൊ അവിടെയല്ല, ബാംഗ്ലൂർ ഇപ്പൊ ദേ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന്. ഡാനിയിലെ കുട്ടീനെ അഡ്രസ് തന്നത്. ഈ ഡാനിയിലെ കുട്ടിയുടെ ഒരു കാര്യം. പോകാം വിജയേട്ടാ, ആകെപ്പാട് 1/2 മണിക്കൂറല്ലേ ഉള്ളൂ. ആ, അത് ശരിയാ. വരൂ കുര്യാക്കോസേ, താനും കയറിക്കോ. വഴിയിലെങ്ങനെ വിടാം. തുറക്കടാ. ഇത് എന്താണോ കാണിക്കുന്നത്? അപ്പൊ പിന്നെ ഞാൻ ഇവിടെ കയറി. നിന്റെ സീറ്റ് ഞാൻ പിന്നെ തല നീ ഇരിക്കും. വിജയേട്ടന്റെ തിരക്കിന് ഒരു കുറവുമില്ല. കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം ബാംഗ്ലൂരിൽ വരുമ്പോഴും ഇതേ തിരക്കായിരുന്നു. മമ്മിയാ?
ഏത് മമ്മി? എവിടത്തെ മമ്മി? ഞങ്ങളുടെ മമ്മി. ഞങ്ങളുടെ അമ്മയും. കാലത്ത് വീട്ടിലേക്കൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു. അമ്മ എന്ത് കരുതുവോ? അതെ, ഒന്ന് നിർത്തേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും നിർത്താൻ. പിള്ളേരെ കളിപ്പിച്ച് കളിപ്പിച്ച് ഇപ്പൊ ആരെയും കളിപ്പിക്കാന്നുള്ള വിചാരം ഉണ്ടെങ്കിലേ ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്. എനിക്ക് മേലും കീഴും നോക്കാനില്ല. വേണ്ടി വന്ന സർവ്വതും ഞാനിപ്പോ പൊളിക്കും. താൻ എന്താടോ ഈ പറയുന്നേ? തനിക്ക് എന്ത് പറ്റി? വേണ്ട, കണ്ണിറുക്കി കളിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ പൊളിക്കും. അല്ലെങ്കിലും അന്ന് തന്നെ കുര്യാക്കോസ് പൊളിച്ചല്ലോ. എന്നാ കുട്ടികളുടെ അവധി തീർന്നു വന്ന ദിവസം കുര്യാക്കോസ് എന്നെ കാണാൻ ബാംഗ്ലൂരിൽ വന്നില്ലേ? ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചിട്ടും കുട്ടികൾ പട്ടിണി കിടന്ന കാര്യം എന്നോട് പറഞ്ഞോ? കുട്ടികളുടെ കാര്യം ആരോട് പറഞ്ഞു? വേണ്ട വേണ്ട, വെള്ളത്തിൽ ആണി അടിക്കണ്ട, അത് കേറൂല. ശ്ശോ, ഇതെന്തോ കുഴപ്പം തന്നെയാണല്ലോ വിജയേട്ടാ. വേണ്ട, എന്റെ മുമ്പിൽ കിടന്ന് കബഡി കളിക്കണ്ട, ഡ്രില്ലും കളിക്കണ്ട. സാരല്ല ഹേമേ, ഇതെന്തോ കാലാവസ്ഥയുടെ. പെട്ടെന്ന് ഫ്ലൈറ്റ് വന്നതല്ലേ. കാലാവസ്ഥ മാറുമ്പോ ചിലർക്ക് ഇങ്ങനെ ഒരു വിഭ്രമം ഉണ്ടാവും. സുധി, അനു, നിങ്ങൾ ഇങ്ങോട്ട് പോരെ. അയ്യോ, താൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, തന്നോട് കാര്യം പറയട്ടെ. ഇറങ്ങന്നെയാ, ഇറങ്ങാൻ തന്നെ തീരുമാനം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ട് മതി ഇനി യാത്ര. അതെ, ഹലോ. ഓഹോ, പുറപ്പെട്ടോ? എത്ര നേരം ഉണ്ടാവും? 2 മണിക്കൂറോ? അപ്പൊ ഇങ്ങോട്ട് എത്താറായല്ലോ. ആ, നോക്കിക്കോളാം. ആ, എന്താ ശിവരാമ? ഡാനിയലൂട്ടിയാ കുര്യാക്കോസ് അവിടുന്ന് പുറപ്പെട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് എത്തും. ആള് പരസ്പര ബന്ധമില്ലാതെ ചിലതൊക്കെ പറയും. അത് നമ്മളത്ര കാര്യാക്കണ്ട. അതൊന്നും കൂടി ഉറപ്പിച്ച് പറയാനാ വീണ്ടും വിളിച്ചേ. പാവം, എന്താ പറ്റിയെന്ന് എങ്ങനെ അറിയാ? അത് ഈ തുടരെയുള്ള യാത്രയും ബഹളമൊക്കെ അല്ലേ. സാരല്ലേ, നമുക്ക് നോക്കാം. ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടല്ലോ. എവിടേക്ക് ഞാൻ ഇങ്ങോട്ട് പോണേ? കാശാ സാറേ, തരാടോ. നാ. എന്താ? കുര്യച്ചന് എന്നെ മനസ്സിലായോ? ഇല്ല. ഇത് നമ്മുടെ ശിവരാമൻ നായരാ കുര്യച്ച. ഞാൻ വിചാരിച്ചു തന്റെ അച്ഛൻ പത്മനാഭൻ നായരാണെന്ന്. ഇത് കുഴപ്പാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ബാംഗ്ലൂർ പോക്ക് സർവത്ര കുഴപ്പമാണ്. എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞു കുര്യച്ച. എങ്ങനെ അറിഞ്ഞു? ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു? അറിഞ്ഞു, അതുകൊണ്ടല്ലേ ചോദിക്കണേ. കുര്യത്തിന് ഇപ്പൊ എന്താ വേണ്ടേ? സമാധാനമായിട്ട് കാര്യം പറ. പരസ്പര ബന്ധമുണ്ടോ നോക്കട്ടെ. താൻ എന്തിനാ എപ്പോഴും എന്റെ കൈമ കയറി പിടിക്കണേന്ന്? കുര്യത്തിന് കിടക്കണോ? പറ. വിടോ. എന്തോ പ്രശ്നമുണ്ട് ശിവരാമ. ഉണ്ട്, അത് പറയാനല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. പ്രശ്നം ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാ. ഒരു പെണ്ണ് കയറി അങ്ങോട്ട് വിലസല്ലേ. ഈ പറയുന്നതിലൊന്നും പരസ്പര ബന്ധമില്ല. പരസ്പര ബന്ധം ഉണ്ടോ? ശരിക്കുണ്ട്, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. അവരുടെ പരസ്പര ബന്ധം കണ്ട് ഒരുമാതിരി കലി കയറിയിട്ടാ ഞാൻ ഇത്ര തിടുക്കത്തിൽ ഇങ്ങോട്ട് വന്നത്. സംഗതി സർവത്ര വഷളാ. ശിവരാമ, ഇപ്പൊ എന്താ ചെയ്യാ? പിടിച്ചു കെട്ടിക്കുക, അല്ലാണ്ട് എന്താ? ഓ, അതാ അതിന്റെ ശരി. ആ, നേരത്തും കാലത്തും പെണ്ണ് കെട്ടാത്തതിന് തകരാറാണേ. ആ. സാരല്ല. എടോ ഭാസ്കര, കൊച്ചാപ്പി, വാസു, കയ്യോടെ പിടിക്കാൻ നല്ല തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന്. ഒരു കാര്യം പറയണ്ട, അങ്ങോട്ട് നടക്കുക. ഞാനല്ലേ പറഞ്ഞത്. ശിവരാമേട്ടനെ കളിക്കുക നിങ്ങള്. വിളിക്കണേ. സുമതി, വെള്ളം വെള്ളം. ആ.